തിരികെ വാർത്തയിലേക്ക്. കോട്ടയത്തെ പോളിംഗ് ശതമാന വർധന അനുകൂലമാകുമെന്ന് എൻഡിഎ വിലയിരുത്തൽ. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും പോളിംഗ് 2021 ഉയർന്നത് എൻഡിഎ ക്യാമ്പിനെ ആത്മവിശ്വാസത്തിലാക്കി കഴിഞ്ഞു. കോട്ടയത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിമറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമെന്ന് എൻഡിഎ ക്യാമ്പ് വിലയിരുത്തുന്ന ഘടകങ്ങൾ ഇങ്ങനെ: എൻഡിഎ അവതരിപ്പിച്ച മികച്ച സ്ഥാനാർത്ഥികളോട് ജനങ്ങൾക്കുള്ള പ്രതിബദ്ധത വോട്ടായി പ്രതിഫലിച്ചു. ജോർജ് കുര്യൻ, PC ജോർജ് എന്നീ മുതിർന്ന നേതാക്കൾ ജനവിധി തേടിയപ്പോൾ ഇവരുടെ വ്യക്തിപ്രഭാവവും വോട്ടായി മാറി. പാലായിൽ ഷോൺ ജോർജ് ജനങ്ങൾക്കിടയിൽ താഴ്ത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുൻപേ പാലായുടെ ചുമതല ഏറ്റെടുത്ത ഷോൺ ജോർജ് നടത്തിയ പ്രവർത്തനങ്ങൾ അനുകൂലമായി മാറിയെന്ന് വിലയിരുത്തുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് നൽകിയ പ്രത്യേക പരിഗണനകൾ ജോർജ് കുര്യനും അനുകൂല ഘടകമായെന്ന് വിലയിരുത്തുന്നുണ്ട്. ജനകീയ വിഷയങ്ങളിൽ രാധാകൃഷ്ണ മേനോൻ നേരത്തെ നടത്തിയ ഇടപെടലുകൾ ചങ്ങനാശ്ശേരിയിലും എൻഡിഎക്ക് അനുകൂലമായെന്ന് വിലയിരുത്തുന്നു. കേരളയിൽ സമരപ്രക്ഷോഭം ഉൾപ്പെടെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച രാധാകൃഷ്ണ മേനോന്റെ ഇടപെടലുകൾ അനുകൂലമാകുമെന്നാണ് എൻഡിഎ ക്യാമ്പിന്റെ പ്രതീക്ഷ. വോട്ടിംഗ് ശതമാനം ചങ്ങനാശ്ശേരിയിലും ഉയർന്നത് അനുകൂലമായി കണക്കാക്കുന്നുവെന്ന് ചങ്ങനാശ്ശേരി മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. പോളിംഗ് ശതമാനം കൂടിയത് നിഷ്പക്ഷമായി വോട്ട് ചെയ്യാതിരുന്നിരുന്ന ധാരാളം ആളുകൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കണം എന്ന വാശിയോടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗുണവും നമുക്കുണ്ടാകും. ഇന്ത്യയുടെ മുന്നേറ്റം ചങ്ങനാശ്ശേരിയിലും ഉറപ്പാണ്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റമുണ്ട്. വലിയ മുന്നേറ്റമല്ല, വിജയം ഉണ്ടാവും. വൈക്കത്താണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 79.32%. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 4% വർധനവ്. വൈക്കത്ത് നിരവധി പേർ CPI വിട്ട് BJPയിൽ ചേർന്നതും വൈക്കം മുൻ MLA K അജിത്ത് BJPയിൽ ചേർന്ന് എൻഡിഎ സ്ഥാനാർത്ഥിയായതും ഇവിടെ അനുകൂലമാകുമെന്നാണ് എൻഡിഎയുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിന് തലേനാൾ CPI ഓഫീസിൽ കർഷകൻ ജീവനൊടുക്കിയ സംഭവം CPIക്കും ഇടതുപക്ഷത്തിനും വൈക്കത്ത് വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 72.11% കോട്ടയത്തെ പോളിംഗ്. ഇത്തവണ അത് 74.65% ഉയർന്നു. ജനം, കോട്ടയം.